ഹായ് എവ്രി വൺ, വെൽക്കം ടു യാത്ര ബൈ ഫെർബി. ജീവിതത്തിൽ ഒരു യാത്ര പോലും പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? യാത്രകൾ എന്നും ഒരു മൂഡ് ലിഫ്റ്ററാണ്, അല്ലെങ്കിൽ തിരക്കുള്ള ജീവിതത്തിൽ നിന്നെല്ലാമുള്ള ഒരു എസ്കേപ്പ്. അതുപോലെ ഒരു കുഞ്ഞു യാത്രയാണ് നമ്മൾ ഇന്ന് പോകുന്നത്, ചെന്നൈ ടു കാഞ്ചീപുരം. ഏകദേശം 72 കിലോമീറ്റർ ഉണ്ട് ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക്. ഒരു 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് കാഞ്ചീപുരത്തേക്ക് എത്താം. അപ്പോൾ പോകുന്നതിലുള്ള വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH-48 കൂടിയാണ്. ഒരുപാട് ദൂരം ഈ ഒരു ഹൈവേയിലേക്ക് കൂടിയാണ് നമ്മൾ പോവേണ്ടത്. രാവിലെ ഒരു 5 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പുലർച്ചെ ആവുന്നതേ ഉള്ളൂ, എങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ ഓരോരോ ജോലി തിരക്കുകളായിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. വെളിച്ചമൊക്കെ വന്നു, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ NH-48 കൂടെ തന്നെയാണ് പോകുന്നത്. ഒരുപാട് ദൂരം ആ ഒരു NH ഹൈവേയിലേക്ക് കൂടിയാണ് നമുക്ക് പോകേണ്ടത്. പോകുന്ന വഴിയിൽ നമ്മളൊരു വലിയൊരു ബിൽഡിങ് കണ്ടു. അത് എന്ത് ബിൽഡിംഗ് ആണെന്ന് അറിയില്ല. ഇവിടെ ഒരു ബോർഡ്, കാഞ്ചീപുരത്തേക്ക് ഇനി 44 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ കടയൊക്കെ തുറന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതൊക്കെ കാണാം. ഈ ഒരു ഹൈവേ പോകുന്ന ആ ഒരു സ്ഥലമൊക്കെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ലോറികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ആണ് തെങ്ങൊക്കെ കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ടോൾ ബൂത്തിൻ്റെ അവിടെ എത്തി. ചെറിയ വണ്ടികൾക്കൊക്കെ, അതായത് ലോക്കൽ വണ്ടികൾക്കൊക്കെ ഈ ഒരു സൈഡിലൂടെയാണ് പോവേണ്ടത്. ബൈക്ക് അങ്ങനെയുള്ള ചെറിയ വണ്ടികൾ. ഇവിടെ ഒരുപാട് ലോറികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപാട് ദൂരം പോകുന്ന ലോറികളാണ്. അങ്ങനെ ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. 2 സൈഡിലും മരങ്ങളായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ലോറികൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. ആ ഒരു റോസ് കളറിലുള്ള ബസ് തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ബസ്സാണ്. അതിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ എന്തോ പാലത്തിൻ്റെ പണി നടക്കുവാണ്. പോകുന്ന വഴിയിൽ നമ്മളൊരു ടെമ്പിൾ കണ്ടു. നമുക്ക് അതിൽ കയറാൻ പറ്റിയില്ല. ഇത് മാർബിൾ കൊണ്ടുള്ള ടെമ്പിളാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണാൻ. ഇവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. L&T ലാർസൻ ആൻഡ് ടർബോൻ്റെ വലിയൊരു ബിൽഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങൊക്കെ അവിടെ ഇവിടെയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിലേക്ക് കടന്നിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെയായിട്ട് പച്ചപ്പ് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള റോഡുകളാണ്.
റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. പോകുന്ന വഴിയിൽ കൗതുകമുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണിത്. അതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈവേന്ന് മാറി ഇപ്പോൾ കാഞ്ചീപുരത്തേക്ക് പോകുന്ന വഴിയാണ്. ഒരു ചെറിയൊരു വഴിയാണ്, ഗ്രാമത്തിലൂടെയുള്ള. രണ്ട് സൈഡിലും പാടങ്ങളാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാൻ. കാഞ്ചീപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലാർ നദിയുടെ പോഷക നദിയായ വേഗാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കാഞ്ചീപുരം. ഏകദേശം AD 4-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ പല്ലവരുടെ തലസ്ഥാന നഗരമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കാഞ്ചീപുരം പട്ടിന് ലോകപ്രസിദ്ധമായിട്ടുള്ള നാടാണ്. കൂടാതെ ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠയായിട്ടുള്ള 108 ക്ഷേത്രങ്ങളിൽ 14 എണ്ണം ഈ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാഞ്ചീപുരം സിറ്റിയിൽ അടുത്തേക്ക് എത്തുവാണ്. പുരാതന കാലത്ത് കാഞ്ചി എന്നും കാഞ്ചിയാമതി എന്നും ഈ നഗരം അറിയപ്പെട്ടിരുന്നു. കൂടാതെ 1000 ക്ഷേത്രങ്ങളുടെ നഗരമെന്നും കാഞ്ചീപുരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്ത് എത്താറായി. തെക്കേ ഇന്ത്യയിലെ തന്നെ അതിപ്രസിദ്ധമായ ശക്തിപീഠ കേന്ദ്രമാണ് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം. നമ്മളങ്ങനെ ആദ്യത്തെ ഗോപുരത്തിൻ്റെ മുന്നിലെത്തി. അവിടെ പാർക്കിംഗ് അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ടുള്ള പ്രധാന കവാടത്തിന് അങ്ങോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ മെയിൻ കവാടത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തുമ്പോൾ തന്നെ നല്ലൊരു കാമായിട്ടുള്ള ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കാണാൻ പറ്റും. ഒരുപാട് ചെരുപ്പൊക്കെ ഉണ്ട് അവിടെ. അവിടുത്തെ അക്കമാർ പൂവൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു പാട്ടൊക്കെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിയൽ വോയിസ് ഇപ്പോൾ കേൾക്കാം. ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു പാട്ടും ആ ഒരു കിളികളുടെ ആ ഒരു ശബ്ദമൊക്കെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരുപാട് കാമായിരുന്നു മൈൻഡെല്ലാം. നിങ്ങൾക്കാണ് ഒരുപാട് ആൾക്കാർ അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഈ ഒരു ക്ഷേത്രം 5-8 നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ചോളന്മാരാൽ പണിതതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ശ്രീകോവിലിൽ 5 രൂപത്തിലാണ് കാമാക്ഷിയെ ആരാധിക്കുന്നത്. ശ്രീ കാമാക്ഷി പരാഭട്ടാരിക, തപ കാമാക്ഷി, അഞ്ജന കാമാക്ഷി അഥവാ അരൂപ കാമാക്ഷി, ബംഗാരു കാമാക്ഷി അഥവാ സ്വർണ്ണ കാമാക്ഷി, പിന്നെ ഉത്സവ കാമാക്ഷി എന്നുള്ളത്. ഇതിലെ ബംഗാരു കാമാക്ഷി രൂപം സ്വർണത്താൽ സ്വയം സൃഷ്ടിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. മുന്നേ ഉണ്ടായ കലാപത്തിൽ സ്വർണ്ണ വിഗ്രഹം തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയതായി പറയപ്പെടുന്നു. 5 ലോഹങ്ങളുടെ അലോയായ പഞ്ചലോഹം കൊണ്ടാണ് ഇപ്പോഴത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്.
കുളത്തിൻ്റെ നടുക്കായിട്ട് ഒരു ഗോപുരമുണ്ട്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ആൾക്കാർക്കൊക്കെ വിശ്രമിക്കാനൊക്കെ പറ്റും. ആ ഒരു തൂണിലുള്ള ആ ഒരു കൊത്തുപണികളൊക്കെ വളരെ അധികം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളതാണ്. ഓരോ തൂണിനും ഓരോ കൊത്തുപണിയാണുള്ളത്, ഓരോ ദൈവങ്ങളാണ്. ഇപ്പോൾ ദൂരെ നിന്ന് ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഗോപുരമൊക്കെ കാണാൻ പറ്റും. ഒരുപാട് പറവകൾ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തണം, അവിടെ നിന്നാണ് ക്യൂ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നട അടച്ചിട്ടാണുള്ളത്, അതുകൊണ്ടാണ് ഒരുപാട് ക്യൂ അല്ലെങ്കിൽ ഒരുപാട് തിരക്ക് കാണുന്നത്. നട തുറന്നാൽ ഒരുവിധം തിരക്കൊക്കെ വേഗം തന്നെ അവർ ക്യൂയിലൂടെ കയറ്റി വിടും. നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഓരോ തൂണിനും ഓരോ കൊത്തുപണികളാണ്. ഇതാണ് രണ്ടാമത്തെ ഗോപുരം. ഇവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ക്യൂയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്നാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ക്ഷേത്രത്തിൽ വിശ്രമിക്കാൻ ഉള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയായിട്ട് ഇരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ കൊടിമരം, ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരുപാടധികം ഡീറ്റെയിൽസ് ഉണ്ട്. ഒരുപാടധികം കൊത്തുപണികളെ കൊണ്ട് സമൃദ്ധമായിട്ടാണ് ആ ഒരു ഗോപുരം ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് നേരം ആ ഒരു ഗോപുരം തന്നെ നോക്കി നിന്നുപോയി. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു വലിയൊരു സ്റ്റേജ് പോലെയാണുള്ളത്. അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. എന്നാൽ പുറത്തുനിന്ന് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആ ഒരു സംവിധാനമൊക്കെ അവരാക്കിയിട്ടുണ്ട്. പ്രസാദം കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവരുടെയായിട്ട് ഇരുന്ന് പ്രസാദം കഴിക്കുന്നുണ്ട്. വളരെ ഒരു മനസ്സിനൊരു ശാന്തത കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത്. പോകുന്ന വഴിയിൽ നമ്മൾ കാമാക്ഷി അമ്മയുടെ ഒരു രൂപം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാമാക്ഷി അമ്മ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ
നമ്മൾ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകാംബരേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകാംബരേശ്വര ക്ഷേത്രത്തിലേക്ക്. എന്തോ അറ്റകുറ്റപ്പണി നടക്കുവാണ് ക്ഷേത്രത്തിൽ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സമുച്ചയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന 4 പ്രധാന കവാട ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. പോകുന്നത് തന്നെ ഇവിടെയും ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗോപുരമാണ് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗോപുരം. ഏകദേശം 11 നിലകളും 192 അടി ഉയരവുമുണ്ട് ഈ കവാട ഗോപുരത്തിന്. പോകുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഗോപുരങ്ങളിൽ ഏറ്റവും വലിയ ഗോപുരമാണ് ഈ ഒരു കവാട ഗോപുരം ഈ ക്ഷേത്രത്തിൻ്റെ. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാണ്. എന്തൊക്കെയോ പണികൾ കാരണമാണ് ആ ഒരു ഗോപുരം ഇപ്പോൾ ഫുള്ള് മൂടി ഇരിക്കുകയാണ്, ആ ഒരു പച്ച ഷീറ്റ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ശരിക്കും കാണിക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടാവുന്നുണ്ട്. പോകുന്ന വഴിയിലുള്ള നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഒരു ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഭൂമിയുടെ മൂലകം അല്ലെങ്കിൽ പൃഥ്വിയായിട്ട് ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ശിവൻ്റെ പത്നി പാർവതിയെ ഇളവർ കുഴലിയായി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കടക്കുവാണ്. ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ ഉള്ളിലോട്ട് കടന്നു. ഇവിടുന്നും ഗോപുരം കാണാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. 9-ാം നൂറ്റാണ്ടിൽ ചോഴ രാജവംശത്തിൻ്റെ കാലത്താണ് ഇന്നത്തെ കൊത്തുപണികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള വിപുലീകരണങ്ങൾ വിജയനഗര ഭരണാധികാരികളുടേതാണെന്നും പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ മുന്നിൽ തന്നെ നന്ദി ദേവിക്ക് ഒരു ഗോപുരം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് ക്ഷേത്രക്കുളം. വളരെ ഭംഗിയുള്ള വളരെ വിസ്തീർണമായിട്ടുള്ള ഒരു കുളമായിരുന്നു. ആൾക്കാർക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് തോന്നുന്നു. കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ക്ഷേത്രം നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുവാണ്. ഒരുപാട് ആൾക്കാർ അവിടെ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊത്തുപണികളാണ്. ഓരോ തൂണിനും വ്യത്യസ്തമായിട്ടുള്ള കൊത്തുപണികളാണ് അവർ മുന്നേ ഉള്ള ആൾക്കാർ ചെയ്തു വച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ പുരാണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ബുക്കുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കണ്ട കൗതുകകരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു തൂണാണ്. നമുക്ക് നമ്മുടെ കൈ അതിലൂടെ കടത്താൻ പറ്റും. അങ്ങനെയുള്ള ഓരോ ഹോൾസാണ് ഈ തൂണിൻ്റെ പ്രത്യേകത. തൂണിൻ്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം പണിത പോലെയാണ് ഈ ഒരു തൂണ് കണ്ടപ്പോൾ തോന്നിയത്. ക്ഷേത്രത്തിൻ്റെ ആ ഓരോ ചുമരിലും ഓരോ കൊത്തുപണികളാണ്. ഒരുപാട് കഥകൾ പറയുന്ന കൊത്തുപണികളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. വളരെ അത്ഭുതകരമായി തോന്നി ഓരോ കൊത്തുപണിയും കാണാൻ. അങ്ങനെ നമ്മൾ മെയിനായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു സ്ഥലത്തോട്ട് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. ക്ഷേത്രത്തിന് രണ്ട് സൈഡിലും രണ്ട് ദൈവങ്ങളാണ്. അത് അവിടെ ആ ഒരു ചുവപ്പ് മാലയിട്ടിട്ട് ഉള്ളത് കരികാല ചോഴനാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓരോ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് വിജയനഗര കാലത്ത് നിർമ്മിച്ച 1000 തൂണുകൾ ആണ്. ഈ 1000 തൂണുകൾ ക്ഷേത്രത്തിൽ മുഴുവനായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നും നമുക്ക് നടന്ന് കാണാൻ പറ്റും. ഓരോ തൂണിനും ഓരോ ഡിസൈനാണ് കൊത്തുപണിയായിട്ട് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന ഓരോ കാഴ്ചകളാണ് ക്ഷേത്രത്തിനുള്ളിലുള്ളത്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതും ഒരുപാട് ആൾക്കാർ അവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശിവലിംഗങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു നടപ്പാതയുടെ സൈഡിലായിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പാർവതി ദേവി ഒരു മാവിൻ ചുവട്ടിൽ ശിവന് വേണ്ടി തപസ് ചെയ്തു എന്നതാണ്. അപ്പോൾ ആ ഒരു മാവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു അത്ഭുതമാണ് ആ ഒരു മാവ്. പഴയ കാലത്തെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ കൊത്തുപണികളൊക്കെ ഒരുപാട് കാലപ്പഴക്കം വന്നു പോയിട്ടുണ്ട്. ചിലതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ചില തൂണുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. സൈഡിലായിട്ടൊക്കെ അത് അടർന്നു പോയിട്ടൊക്കെ ഉണ്ട് ഓരോ കൊത്തുപണികൾ. 600 CE മുതൽ നിലവിലിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനായിട്ട് കൊണ്ടുപോകുന്ന രഥങ്ങളാണ് ഇവിടെ ഓരോ തൂണിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പകുനി മാസത്തിലെ 19, 20, 21 തീയതികളിൽ സൂര്യരശ്മികൾ പ്രധാന ശിവലിംഗത്തിൽ നേരിട്ട് പതിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ക്ഷേത്രത്തിൻ്റെ നടുവിലാണ് ക്ഷേത്രമാവ് ഉള്ളത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായ മാവ്. ഏകദേശം 3500 വർഷത്തിലധികം പഴക്കമുള്ളതായി പറയപ്പെടുന്നുണ്ട്. പാർവതി ദേവി ഈ മാവിൻ ചുവട്ടിലാണ് തപസ്സിരുന്നത് എന്ന് ഐതിഹ്യത്തിൽ പറയപ്പെടുന്നു. ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ. ഇന്നുവരെ ഇത് 4 ഇനം മാങ്ങകൾ നൽകുന്നു. ഇത് 4 വേദങ്ങളുടെ പ്രതീകമായാണ് പറയപ്പെടുന്നത്. അവിടെ കുറച്ച് നേരം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ ഒരു തൂണ്, ഈ ഒരു നടപ്പാത കാണാൻ തന്നെ പ്രത്യേകം ഭംഗിയാണ്. ഇവിടെ എന്തൊക്കെയോ തമിഴിൽ എഴുതിയിട്ടുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കവിതകളാണെന്ന് തോന്നുന്നു. മനസ്സും ശരീരവും കാമാവുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും അവിടെ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ. നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാണാൻ പറ്റും ഗോപുരത്തിന് വരെ ഒരുപാട് പ്രത്യേകതയുണ്ട്. വാസ്തുവിദ്യയുടെയും നിഗൂഢതയുടെയും വിസ്മയമാണ് ഏകാംബരേശ്വര ക്ഷേത്രം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് കാഞ്ചിക്കുടിലേക്കാണ്. ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെയുള്ളൊരു വീടാണ്. പണ്ട് കാലഘട്ടത്തിലെ കാഞ്ചീപുരം എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു എക്സിബിഷനിലൂടെ അവർ നമുക്ക് കാണിച്ചു തരും. ഇത് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ ദൂരം. ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ആൾക്കാരുടെ പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്. ഉള്ളിലോട്ട് കയറി അവിടെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ബുക്കൊക്കെ ഉണ്ട്. പോകുമ്പോൾ തന്നെ ചെറിയൊരു വീട് പോലെയാണ്, ചെറിയ വാതിലൊക്കെ ആയിട്ട്. അവിടുന്ന് അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇട്ടിട്ടുണ്ട്.
പണ്ട് കാലത്തെ അടുക്കളയൊക്കെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു നൊസ്റ്റാൾജിയൊക്കെ ഫീലായി. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും, കാരണം റോഡ് സൈഡിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി നേരെ പോകുന്നത് തംബ്നെയിലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിലോട്ടാണ്. ഒരു ഹിഡൻ ടെമ്പിൾ കാഞ്ചീപുരത്ത്. അധികം ആർക്കും തന്നെ അറിയാത്തൊരു ക്ഷേത്രമാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന സ്ഥലത്തുള്ള കാഴ്ചകളാണ്. സിറ്റി ഏരിയയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇടയ്ക്കിടയ്ക്കുള്ള ക്ഷേത്രങ്ങൾ. 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ട് എന്തായാലും ഒരു ക്ഷേത്രം എന്തായാലും അവിടെ ഉണ്ടാവും റോഡ് സൈഡിലായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവിടെ ഒരു സ്കൂളുണ്ട്, അതുകൊണ്ടാണ് സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുള്ളത്. റോഡ് സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിൻ്റെ അടുത്തെത്തി. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ സഞ്ജീവരയാർ എന്നാണ്. അയ്യങ്കാർകുളം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. കാലപ്പഴക്കം കൊണ്ട് തന്നെ വളരെയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. ആഞ്ജനേയർ അഥവാ ഹനുമാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ക്ഷേത്രക്കുളവും അതിനു ചുറ്റുമുള്ള പറമ്പുമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പശുക്കൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ആളുകൾ മദ്യപാനത്തിനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബാക്ക് ഏരിയ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. നമ്മൾ പോയ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ മദ്യപിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പഴക്കം ചെന്ന ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് പകരം ഇങ്ങനെ കേടുപാട് സംഭവിച്ചു പോകുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു ആ ഒരു കുളത്തിൻ്റെ അടുത്തുനിന്ന് ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പൂജാരി വന്നത്. ഒരു വാതിൽ ക്ഷേത്രത്തിൻ്റെ കവാടം തുറക്കുന്നതാണ് കാണുന്നത്. അതിനു മുന്നേ തന്നെ ഒരുപാട് അക്കമാർ അവിടെ പൂവ് കൊണ്ടുവന്നിട്ട് പൂമാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ പൂജാരി ഉള്ളിലോട്ട് കയറി ആ ഒരു വലിയൊരു കവാടം തുറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം രാമായണ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹനുമാൻ സഞ്ജീവനി പർവ്വതം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മലയുടെ ഒരു ഭാഗം ഇവിടെ അടർന്നു വീണു എന്നാണ് പറയപ്പെടുന്നത്. ഇതേ തുടർന്ന് ഹനുമാനെ ഇവിടെ ശ്രീ സഞ്ജീവരയാർ എന്ന നാമത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗവും കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു.
ഒരുപാട് കൊത്തുപണികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 4:30 ഒക്കെ ആയി ടൈം. നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കാഞ്ചീപുരത്ത് നിന്ന് ചെന്നൈയിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാഞ്ചീപുരത്ത് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കാഞ്ചീപുരം സിൽക്ക് എടുത്തു പറയേണ്ടതാണ്. അവിടെയൊന്നും നമ്മളിന്ന് പോയിട്ടില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതലായിട്ട് ഒരുപാട് ട്രാവൽ വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ.